ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചേച്ചിമേ, ചേച്ചിമേ, ചേച്ചിമേ. എന്താ സിദ്ധു? എടാ എന്താന്ന്? അച്ഛാ പ്രശ്നമുണ്ട് അച്ഛാ. ഇന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവും. എന്താ കുഞ്ഞളിയാ പ്രശ്നം? പറ. എന്താടാ സിദ്ധു കാര്യം? എന്തിനാ നീ ഭ്രാന്ത് തുള്ളുന്നേ? അറിയണോ? പറ. അറിയണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയണോന്ന്? അറിയണോ നിങ്ങൾക്ക്? സിദ്ധുട്ടാ, നീ മിണ്ടരുത്. ദേവിക എവിടെ? എന്റെ ദേവിക എവിടെയെന്ന്? കുഞ്ഞളിയ, ദേവിക്ക് എന്ത് പറ്റി? അളിയ, ദേവിക കാണാനില്ല അളിയ. ദേവിക ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയത്തില്ല. പ്രേമ, ഇവര് എന്റെ ചേച്ചി, ഈ രാക്ഷസി, ഇവരാ ദേവികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. അളിയ, ഇവരെ വിശ്വസിച്ച ദേവിക വീട്ടിൽ നിന്ന് വന്നത്. പറ, എന്റെ ദേവിക എവിടെ? എനിക്കറിയില്ലടാ സിദ്ധു, സത്യമായിട്ടും. നിനക്കറിയോടി? എടി അറിയോന്ന്? എനിക്കെങ്ങനെ അറിയാം? സിദ്ധു എന്താ ഭ്രാന്ത് പിടിച്ചോ? പ്രേമിച്ച് ദേവികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. അപ്പൊ പ്രേമിച്ചോട് ചോദിക്ക് ദേവിക എവിടെയാണെന്ന്. പ്രമേ, പറയടി, ദേവികയെ കണ്ടോ? ഇല്ലച്ചാ. അയ്യോ, കണ്ടച്ചാ. എന്നിട്ട് എവിടെയാണ് ദേവിക? അവളെ കണ്ടു, സംസാരിച്ചു. അല്ലാതെ അവള് ചത്തുപോയോ കെട്ടുപോയോ എന്നൊന്നും എനിക്കറിയില്ല. ചത്തെങ്കിൽ ചാവട്ടെ. ഈ കുടുംബത്തിൽ ഓരോ നിമിഷം സമാധാനം ഇല്ലാതാവുന്നത് അവൾ ഒറ്റ കാരണമല്ലേ? എടാ സിദ്ധു, എന്റെ അച്ഛനിപ്പ എന്നെ കൈവച്ചതിന്റെ കാരണം അവൾ ഒറ്റ. എടാ, അവള് നശിച്ചു പോവടാ, ചത്തു പോവടാ. അവളെ നീ ഇനി ജീവനോട് കാണത്തില്ലടാ. എന്റെ കുടുംബത്തിന്റെ സമാധാനം കളയുന്ന ഭൂദേവി. കുഞ്ഞളിയ, കുഞ്ഞളിയ, എന്ത് പറ്റി? അച്ഛാ, മോനെ, കുഞ്ഞളിയ, എന്ത് പറ്റി? കുഞ്ഞളിയ, അച്ഛാ, സിദ്ധു, പ്രേമേ, കുഞ്ഞളിയ, എന്ത് പറ്റി? സിദ്ധു, അച്ഛാ, മോനെ, എന്ത് പറ്റി? കുഞ്ഞളിയ, മോനെ, എന്താ സിദ്ധു, മോനെ, സിദ്ധു, മോനെ, സിദ്ധു, അളിയ, സിദ്ധു, മോനെ, മക്കളെ, അളിയ, സിദ്ധു, മക്കളെ, അയ്യോ, മോനെ, അയ്യോ.